വരുത്തിവെച്ച ദുരന്തമാണ്. ഉറപ്പായിട്ടും വരുത്തിവെച്ച ദുരന്തമാണ്. ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട ആത്യന്തികമായ ഗുണമെന്നുള്ളത് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ചെയ്തത്. 4 മണിക്കൂറിന് ശേഷം എത്ര വൈകാരികമായി പ്രതികരിച്ചിട്ടും കാര്യമില്ല. കാരണം ഈ 4 മണിക്കൂറിനിടയിൽ മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രിയൊക്കെ ആശുപത്രികളിലേക്ക് പാഞ്ഞെത്തുകയാണ്. ഈ 10 ലക്ഷം ധനസഹായം പ്രഖ്യാപിക്കുന്നു. അതിനുശേഷമാണല്ലോ ഈ വിജയ് 20 ലക്ഷം മരിച്ചവരുടെ കുടുംബത്തിനും 2 ലക്ഷം പരിക്കേറ്റവർക്കും പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ പ്രഖ്യാപിച്ച തുക വലുതായിരിക്കാം, പക്ഷേ കാര്യമില്ല. ഈ പരിപാടി എങ്ങനെ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇത് തുടക്കം മുതൽ നോക്കണം. ഈ സംസ്ഥാന പര്യടനമാണ് വിജയ് ഉദ്ദേശിച്ചത്. കഴിഞ്ഞ വർഷം രൂപീകരിച്ച പാർട്ടിയാണ് TVK. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടിക്ക് അങ്ങനെ പ്രത്യേകമായൊരു സൈദ്ധാന്തികമായ പശ്ചാത്തലമോ അല്ലെങ്കിൽ എന്തിന് രൂപീകരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ ഭരണകൂടത്തിനെതിരെ, അത് സംസ്ഥാന ഭരണകൂടമാകും കേന്ദ്ര ഭരണകൂടത്തിനെതിരെ ഒരു പുതിയ പാർട്ടിയായി ഞങ്ങൾ വരുന്നു, അല്ലാതെ പ്രത്യേകിച്ച് ഒരു ആദർശം മുന്നോട്ട് വെക്കാനുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു നല്ല ഭരണം കാഴ്ചവെക്കാനുള്ള ഒരു പാർട്ടിയായി വരും എന്നതാണ്. അപ്പോൾ സംസ്ഥാന ഭരണത്തെയും DMK വിമർശിക്കുന്നു, അപ്പുറത്ത് BJP വിമർശിക്കുന്നു. അങ്ങനെയാണ് വിജയുടെ പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ പരിപാടി തുടങ്ങുന്നത് വിക്രവാണ്ടിയിലാണല്ലോ. തുടക്കത്തിൽ ഈ പറയുന്ന സെപ്റ്റംബർ 13 തുടങ്ങുന്നത്. വിക്രവാണ്ടിയിൽ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന മാതിരി ആളുകൾ ഒരുപാട് ഒഴുകിയെത്തുകയും അവിടെ ഭക്ഷണവും വെള്ളവും കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം വന്നിരുന്നു. അതുമാത്രമല്ല, ഈ പറഞ്ഞ ഇലക്ട്രിക് പോസ്റ്റിലേക്കൊക്കെ ചാടിക്കയറിയ ആളുകൾ താരാരാധനയാണ്, താരത്തെ കാണാനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് തന്നെ അതിൻ്റെ അനുഭവമുണ്ട്, ആദ്യത്തെ തവണ തന്നെ അനുഭവമുണ്ട്. അതിനുശേഷം എന്ത് സംഭവിച്ചു? അതിനുശേഷം ഇത്തരം പരിപാടികളുമായി ബന്ധപ്പെട്ട് സർക്കാർ തന്നെ വിജയുടെ പരിപാടിക്ക് ഈ പറഞ്ഞ പരിപാടികളിൽ ഈ റാലികൾ വേണ്ട എന്ന് പറയുകയും അങ്ങനെ ബസ്സിൽ വരുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തിരക്ക് നിയന്ത്രണാതീതമാകുമെന്നും ഒരു പ്രശ്നത്തിന് സാധ്യതയുണ്ടെന്നും അനുഭവമുള്ള നേതാവാണ് വിജയ്. ഇതിനു മുമ്പ് തൻ്റെ പരിപാടികളിൽ വന്ന ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ലാത്തൊരു പാർട്ടിയാണ് എന്നുള്ള ബോധ്യം വേണ്ടതായിരുന്നു. അതിനുശേഷം 32 നിർദ്ദേശങ്ങൾ, അതായത് ഗർഭിണികൾ, പ്രായമായവർ, കുട്ടികൾ ഒന്നും വരരുത് ഇത്തരം പരിപാടിക്ക് എന്നുള്ള നിർദ്ദേശങ്ങളടക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്നും പോയിട്ടുണ്ട്. ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. മരിച്ചവരിൽ 9 കുട്ടികളുണ്ട്. 1.5 വയസ്സുള്ള കുഞ്ഞു മുതൽ 9 കുട്ടികളുണ്ട്, ഗർഭിണിയുണ്ട്. അടുത്ത മാസം കല്യാണം കഴിക്കാനിരുന്ന ഒരു പെൺകുട്ടിയും പയ്യനും അവർ അനുഗ്രഹം തേടാൻ വന്നതാണ്. അപ്പോൾ ഈ തരത്തിലൊക്കെ ആരാധകർ 18 വയസ്സിൽ താഴെയുള്ള ഒരുപാട് പേർ ആ പരിപാടിക്ക് വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരൊന്നും ഒരു രാഷ്ട്രീയ നേതാവായ വിജയെ കാണാൻ വന്നതല്ല, താരമായ വിജയെ കാണാൻ വന്നതാണ്. വിജയ് സിനിമാ ജീവിതം പൂർണ്ണമായും അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയത്തിൽ ആത്യന്തികമായി വേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടില്ല. മാത്രമല്ല, ഈ പരിപാടി നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ തിരിച്ച് ഇപ്പോൾ മുൻപ് നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വിമർശനം ഉയരുകയും ചില മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തപ്പോൾ അതിനെതിരെ ഹൈക്കോടതിയിൽ പോവുകയാണ് ചെയ്തത് വിജയുടെ പാർട്ടി. അത് തങ്ങളുടെ പാർട്ടിക്കെതിരെ നടത്തുന്ന ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് അന്ന് ഹൈക്കോടതിയിലേക്ക് പോയി. അതിന്മേലുള്ള തീരുമാനം വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് 2 ഹർജികൾ വന്നിരിക്കുന്നു. ഒരു ഹർജി ഈ പരിപാടിയിൽ പങ്കെടുത്ത ഇന്നലത്തെ ഈ സ്റ്റാമ്പേഡ് ഉണ്ടായ സംഭവത്തിൽ പങ്കെടുത്ത് പരിക്കേറ്റ കണ്ണൻ എന്നൊരു ആള് ഹർജി നൽകിയിട്ടുണ്ട്. ആ ഹർജി എന്നുള്ളത് ഇനി പര്യടനം നടത്താൻ അനുവദിക്കരുത് എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞൊരു വാർത്ത കൂടി ഉണ്ടല്ലോ, ഈ പാർട്ടിയുടെ രജിസ്ട്രേഷൻ തന്നെ റദ്ദാക്കണമെന്നുള്ള ഹർജി കൂടി ഹൈക്കോടതി മുന്നിലേക്ക് പോവുകയാണ്. ഹൈക്കോടതി ഒരു സ്റ്റാമ്പേഡിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി വേണ്ട എന്നോ തീരുമാനമൊന്നും എടുക്കില്ല. പക്ഷേ വിജയെ അറസ്റ്റ് ചെയ്യുമോ? ഇതിൽ DMKയെ കുറ്റപ്പെടുത്താൻ എങ്ങനെയാണ്? ഭരണകൂടം വേണ്ടത്ര പോലീസിനെ വിന്യസിച്ചില്ല എന്ന് പറയുന്നു. അവിടെ വിജയ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൈക്ക് ഓഫായി എന്ന് പറയുന്നു. ഇതൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ടാകും. അത് ബോധപൂർവം വിജയുടെ പ്രസംഗം കേൾക്കേണ്ട എന്ന രൂപത്തിൽ അത് ചെയ്തതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര പോലീസിനെ വിന്യസിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവിടെ സർക്കാരിനൊരു വീഴ്ചയുണ്ട്. കാരണം ഇത് ഒരു ഗ്രൗണ്ടിലല്ല, നേരത്തെ അഷ്കർ പറഞ്ഞ ഒരു ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു പരിപാടിയല്ല, ഒരു റോഡിൽ ഇങ്ങനെ ഒരു പര്യടനം നടത്തുമ്പോൾ അവിടെ തടിച്ചുകൂടുന്ന ആളുകൾ, അപ്പോൾ ഇത്രയധികം ആളുകൾ എത്തിയിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ പ്രത്യേകം ക്രമീകരിച്ചത്. വിജയ് അങ്ങനെ വരുന്നു. വിജയ് എപ്പോൾ വരുമെന്നാണ് പറയുന്നത്. ഈ പരിപാടിക്ക് അനുമതി തേടിയത് 3 മണി മുതൽ 10 മണി വരെയാണ്. 3 മണി മുതൽ 10 മണി വരെയുള്ള പരിപാടിക്ക് അനുമതി തേടുമ്പോൾ അവിടേക്ക് പുലർച്ചെ മുതൽ ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണവും വെള്ളവുമില്ലാതെ കൊടും വെയിലത്ത് നിൽക്കുന്നു. വെയിൽ കഴിഞ്ഞ് സന്ധ്യയാകുന്നു, വെള്ളമില്ല. അത്രയും അടിസ്ഥാനപരമായി കിട്ടുന്ന ശ്വാസവും വെള്ളവും കിട്ടാതെയാണ് ആളുകൾ മരിച്ചു വീഴുന്നത്. ചവിട്ടേറ്റായിട്ടാണ് ആളുകൾ മരിച്ചു വീഴുന്നത്. അപ്പോൾ ആ മരണം എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിക്കുക. അപ്പോൾ അവിടെ എത്തിയ ആരാധകരുടെ പ്രതികരണങ്ങൾ തന്നെ നമ്മൾ പിന്നെ കേൾക്കുകയാണ് വിജയ്ക്കെതിരെ.
വിജയ് എവിടെയെന്നുള്ള ചോദ്യമാണ് വരുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയ ഭാവി തുടങ്ങും മുമ്പ് തന്നെ അങ്ങോട്ട് കൂമ്പടയുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ പരിപാടിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി സ്റ്റാമ്പേഡുകളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ഇതിനു മുമ്പും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജയലളിത മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള പരിപാടി അത് 92-ലാണ് കുംഭകോണത്ത് മഹാമഹത്തിൽ അന്ന് ജയലളിത പങ്കെടുക്കുന്നു. അവിടെ കാണാനെത്തിയുള്ള 50 പേർ തിക്കിലും തിരക്കിലും മരിച്ചിട്ടുണ്ട്. ഇനി ഈ കൊല്ലത്തെ കണക്കെടുക്കുകയും രാജ്യത്തെ മുഴുവൻ കണക്കെടുക്കുകയാണെങ്കിൽ പലതരത്തിൽ കുംഭമേളയിലടക്കം നടന്ന സംഭവങ്ങളിലടക്കം മരണം 100-ലേറെയുണ്ട്. ഇതിലൊക്കെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നവർക്കെതിരെ നരഹത്യക്ക് കേസെടുത്തവരൊക്കെ ജയിലിൽ കിടക്കുകയാണോ? അല്ലല്ലോ, സംഭവിക്കുന്നില്ല. അപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കും, അതിൽ നിന്നും അവർ രക്ഷപ്പെടുകയും ചെയ്യും. ആത്യന്തികമായി മരിച്ചവർക്കും അവിടെ പരിപാടിക്ക് എത്തിയവർക്കും നഷ്ടം സംഭവിക്കുന്നു എന്ന് അല്ലാതെ രാഷ്ട്രീയ ഭാവിയുടെ കാര്യത്തിൽ വിജയുടെ കാര്യത്തിൽ ഒരുപക്ഷേ വിജയുടെ പാർട്ടി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് CBI അന്വേഷണമാണ്. ഇപ്പോൾ BJP ആദ്യഘട്ടത്തിൽ അറിയാമല്ലോ, നേരത്തെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചപ്പോൾ വിജയെ ജോസഫ് എന്ന് വിളിച്ചു. വിജയുടെ മതം എന്താണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടൊരു പ്രതികരണം ജോസഫ് എന്നേ വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അതിരൂക്ഷമായൊക്കെ വിമർശിച്ചിരുന്നു. അന്ന് നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയം പ്രതികരിച്ചപ്പോഴാണ് അങ്ങനെ ഒരു വിളിയൊക്കെ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം വിജയെ അതിശക്തമായി ആക്രമിക്കുന്നതിന് പകരം DMK-ക്കെതിരെയാണ് കൂടുതലും BJP പ്രതികരിച്ചിട്ടുള്ളത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. ഒരുപക്ഷേ രാഷ്ട്രീയമായി അടുത്ത സഖ്യകക്ഷിയാക്കി TVK മാറ്റാനുള്ള ശ്രമങ്ങൾ, തന്ത്രങ്ങൾ ഒരുപക്ഷെ BJP മെനയുമോ എന്ന് വേണമെങ്കിൽ ആലോചിക്കാം. പക്ഷേ അത് എത്രത്തോളം ഗുണം ചെയ്യുമെന്നറിയില്ല. കാരണം AIDMK-യുമായുള്ള സഖ്യമൊന്നും BJP-ക്ക് അവിടെ അത്ര വിജയിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും 2026 ആകുമ്പോഴേക്കും എമർജ് ചെയ്യാം എന്നായിരുന്നു വിജയുടെ ലക്ഷ്യം. പക്ഷേ അത് തകർന്നു പോയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, വിജയുടെ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറിയിട്ടില്ല. അതിലെ അണികൾ എന്ന് പറയുന്ന ഫാൻസാണ്. ഈ ഫാൻസ് ഓരോ ഭാഗത്തെയും ഫാൻസാണ് രാഷ്ട്രീയ പ്രവർത്തകരായി വന്നിരിക്കുന്നത്. അവരുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കണം ഒരുപക്ഷെ വിജയ് വേഗം സ്ഥലം വിടാമെന്ന് തീരുമാനിച്ചത്. അവിടേക്ക് വരാനെടുത്ത സമയം അറിയാമല്ലോ, ഇത്രയും മണിക്കൂറുകൾ. ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് മിനിറ്റുകൾ മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. ചെന്നൈയിൽ ചെന്ന ശേഷം 4 മണിക്കൂർ ശേഷം പ്രതികരിച്ചാൽ മതി എന്ന് തീരുമാനിക്കപ്പെടുന്നത് എവിടെയാണ്? ഈ ഫാൻസ് പറഞ്ഞ അനുസരിച്ചായിരിക്കാം. ഇപ്പോഴേതായാലും നമ്മുടെ ചർച്ചയിൽ പോലും TVKയുടെ ഒരു പ്രതിനിധി വരാമെന്ന് പറഞ്ഞിരുന്നതാണ്. പിന്നീട് പ്രതികരണമേ വേണ്ട, അതായത് വിജയ് പറഞ്ഞ പ്രതികരണത്തിനപ്പുറം ഇനി പ്രതികരണം വേണ്ട എന്ന തീരുമാനമാണ്. ഹൈക്കോടതി നാളെ ഈ ഹർജി എടുക്കുമ്പോൾ എടുക്കുന്ന തീരുമാനം പ്രധാനമാണ്. ഇപ്പോൾ ഈ പാർട്ടിയിലെ പ്രധാനപ്പെട്ട പലരെയും അറസ്റ്റ് രേഖപ്പെടുത്തി 4 പേരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വിജയുടെ അറസ്റ്റ് DMK ചെയ്യാത്തത് മനഃപൂർവ്വമാണ്. കാരണം ആ അറസ്റ്റ് കൂടെ ഒരുപക്ഷെ ഒരു സഹതാപ തരംഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കോടതി തീരുമാനിക്കട്ടെ. കോടതി അറസ്റ്റ് പറയുകയാണെങ്കിൽ അറസ്റ്റിലേക്ക് പോകാമെന്നുള്ളതായിരിക്കാം. എന്തായാലും ഇതിനു മുമ്പ് രജനീകാന്ത് ഒരു രാഷ്ട്രീയ പ്രവേശം ശ്രമിച്ചതാണ്. രജനീകാന്തിന് മനസ്സിലായി ഈ സിനിമ കാണാനെത്തുന്ന ആൾക്കൂട്ടം, അല്ലെങ്കിൽ തൻ്റെ പ്രസംഗം കാണാൻ വരുന്ന ആൾക്കൂട്ടം അത് വോട്ടാകില്ല എന്ന ബോധ്യമായ അദ്ദേഹത്തിന് എപ്പോഴോ നേരത്തെ വന്നു. അതുകൊണ്ട് അദ്ദേഹം പിൻവാങ്ങിയിരിക്കുന്നു. പിന്നീട് കമൽഹാസൻ വന്നപ്പോഴും കമൽഹാസനും വലിയ ഉദ്ദേശിച്ച അത്ര രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നേതാവാൻ പറ്റിയില്ല. അദ്ദേഹം ഒരു MP ആകുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് അത് വ്യക്തിപരമായ ഗുണം ചെയ്യുമായിരിക്കും. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അത് വലുതായിട്ടൊന്നും DMK-യുടെ കൂടി ചേർന്ന ശേഷമാണല്ലോ അതും സാധ്യമാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ജയലളിതയുടെയും MGR-ൻ്റെയും കാലത്തെ ഒരവസ്ഥയിലേക്കല്ല ഇപ്പോൾ പോകുന്നത്. പക്ഷേ അതിവൈകാരികത ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. താരങ്ങളെ കാണുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഈ തരത്തിൽ താരങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ രാവിലെ മുതൽ വെയിൽ കൊണ്ട് മഴ കൊണ്ട് ഇങ്ങനെ നിൽക്കുമോ എന്ന് ചോദിച്ചാൽ നിൽക്കില്ല. ആത്യന്തികമായി സ്വാഭിമാനം എന്നുള്ള വേറെ രൂപത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നു. അത് അവർ അങ്ങനെയുള്ളവരല്ല എന്നല്ല പറയുന്നത്. അതിവൈകാരികമായി കാര്യത്തിൽ കാണുക, അവനവനേക്കാൾ ഈ പറഞ്ഞ നേതാവിനെ സ്നേഹിക്കുക എന്ന രൂപത്തിലേക്ക് വരും. കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്ന കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയാണ്. 1.5 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ടാക്കി ഇത്രയും മണിക്കൂറുകളോട് കാത്തു നിൽക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ഒരു ആലോചന ആ ഒരു ആളുകൾക്ക് തന്നെ ഉണ്ടാകാൻ ഈ സംഭവം ഇടയാക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഇതെന്തായാലും വരുത്തിവെച്ച ദുരന്തമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും വിജയ് എന്ന താരത്തിന് ഒഴിഞ്ഞു മാറാനാവില്ല. അദ്ദേഹം രാഷ്ട്രീയ നേതാവായി മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. Meet the editors.